ജീവനോടെ അർജുൻ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം. എന്നാൽ അത്തരത്തിലല്ല കാര്യങ്ങൾ ഉണ്ടായത്. ജീവനറ്റ മൃതദേഹമാണ് ലഭിച്ചത്. ഈ കാത്തിരിപ്പിന് ഒരു അറുതിയായി എന്നതിലപ്പുറം വലിയ ഒരു വേദന തന്നെ ഈ നാടിനൊന്നാകെയുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഷിരൂരിൽ നിന്നുള്ള ആ വാർത്ത വന്നതിന് ശേഷം നിരപേരാണ് അർജുൻ്റെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, നാട്ടുകാർ ഒന്നാകെ എത്തുന്നു. രാഷ്ട്രീയ പ്രമുഖരും ഇവിടെ എത്തിക്കൊണ്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആശ്വാസ വാക്കുകൾക്കൊന്നും തന്നെ മതിയാവുന്നതല്ല അവരുടെ വേദന എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നിരവധി പേർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ DNA പരിശോധന പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം വിട്ടുകിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഒന്നാകെയുള്ളത്. നമുക്കറിയാം, ഈ നാടൊന്നാകെ വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു, വലിയ പ്രാർത്ഥനയിലുമായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഫലമുണ്ടായില്ല. എന്നിരുന്നാലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജൂൺ 16-നാണ് ഇവിടെ നിന്ന് ഈ അർജുൻ യാത്ര തിരിക്കുകയും പിന്നീട് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടാകുകയും ആ മണ്ണൊന്നാകെ വാഹനം ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിലുള്ള തിരച്ചിലൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയെങ്കിലും പിന്നീട് അത് വലിയ രീതിയിലേക്ക് അത് എത്തിയില്ല. പിന്നീട് ശക്തമായ നിലപാടുമായി കുടുംബം മുന്നോട്ട് പോകുന്നു. അതിനൊടുവിലാണ് അവിടെ പട്ടാളവും ഒക്കെ തന്നെ എത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തുകയും പിന്നീടും അത് നിലച്ചു പോകുന്ന ഘട്ടമുണ്ടായി. അങ്ങനെ സർക്കാരുകളുടെ കേരള സർക്കാരും അതുപോലെ തന്നെ കർണാടക സർക്കാരും ഇടപെട്ടുകൊണ്ട് ദ്രുതഗതിയിലുള്ള തിരച്ചിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഏറ്റവും ഒടുവിൽ ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞു. അതിനുള്ളിൽ നിന്ന് അതിൻ്റെ ക്യാബിൽ നിന്ന് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം നൽകുന്നു. എന്നിരുന്നാലും വലിയ ഒരു വേദന ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 20-ാം വയസ്സിൽ തന്നെ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, സഹോദരിമാരുടെ പഠനമാണെങ്കിലും മറ്റേ അച്ഛനാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ വ്യക്തിയെ നോക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അർജുൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. വലിയ 20 വയസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ പല ജോലികൾ ചെയ്തിട്ടാണ് ലോറി മേഖലയിലേക്കുമൊക്കെ പോകുന്നത്. നേരത്തെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നമ്മളോട് സംസാരിക്കുമ്പോൾ അർജുൻ്റെ കാര്യങ്ങൾ സർക്കാർ നോക്കും എന്നൊരു ഉറപ്പ് പറയുന്നുണ്ടായിരുന്നു. അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി ഒക്കെ ഇതിനോടകം തന്നെ ആവുന്നുണ്ട്. ഇനിയും മുന്നോട്ടുള്ള വഴിയിൽ ആ കുടുംബത്തെ സർക്കാർ വേണ്ടവണ്ണം പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ.